അർജുനായിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. അതിപ്പോ ഞാനെന്ത് പറയാനാണ്? അർജുനായിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ? നിങ്ങളോട് അർജുനായിക്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. ഈ വന്ദേ മാതരം മുഴുവനായി സ്വാതന്ത്ര്യ ദിനത്തിൽ ആലപിക്കണം എന്നുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പൊതുവെ നേരത്തേക്ക് വിവാദമായിട്ട് വീണ്ടും അത് മുഴുവനായി ആലപിക്കണം എന്നുള്ള സർക്കാർ ഉത്തരവാണ് വരുന്നത്. വന്ദേ മാതരത്തിന്റെ കാര്യത്തില് നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചൊരു കാര്യം, അതായത് വന്ദേ മാതരം എന്ന ആകെയുള്ള ഗാനം അത് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ്. നമ്മളോട് മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇത് തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മതനിരപേക്ഷതക്ക് ചേരാത്ത ഒരു ഗാനം അതേ രീതിയിൽ ചൊല്ലരുത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ തീരുമാനിച്ചത്. അത് ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. അപ്പൊ ആദ്യത്തെ ഈരടികൾ മാത്രമേ ചൊല്ലേണ്ടതായിട്ടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജേന്ദ്ര പ്രസാദ് ആണ് പ്രഖ്യാപിക്കുന്നത്. ഇതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം നയം. ആ നയമാണ് കോൺഗ്രസിന്റെ നയമായിട്ടുണ്ടായിരുന്നത്. വ്യത്യാസം വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലും. വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണും. വ്യാപക വിമർശനം അതിനെതിരെ വരും. ആ വിമർശനം നിലനിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും വന്ദേ മാതരത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല. ഈ വന്ദേ മാതരം ചൊല്ലുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ എത്ര കണ്ട് RSS അജണ്ടക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഈ വന്ദേ മാതരം സത്യപ്രതിജ്ഞാ വേള തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ കാര്യം തിരുത്താൻ തയ്യാറാവും. ഇത് ഇത്തരത്തിൽ ചൊല്ലാൻ പാടില്ല എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കാനാവണം. ആദ്യത്തെ ഈരടി മാത്രം ചൊല്ലുക, ബാക്കി ദേശീയ ഗാനം ആലപിക്കുന്ന നിലയുണ്ടാവും. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. അതിനൊക്കെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളത്. പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് ആരെ അറസ്റ്റ് ചെയ്തില്ല, മാർച്ച് നടത്തിയിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് ഇവരെ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അക്രമ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അതിനോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങളിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ LDF ആണ് ഒരു മാർച്ച് കഴിഞ്ഞ നടത്തിയത്. അപ്പൊ അതിലെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണോ എന്നുള്ളതായിരുന്നു. ആഭ്യന്തര വകുപ്പ് നിലപാടെടുക്കുന്നതിനെതിരായിട്ടാണല്ലോ പ്രക്ഷോഭം നടക്കുന്നത്. അത് CPIM നടത്തുന്ന പ്രക്ഷോഭമല്ലേ. അപ്പോൾ ഈ B. കുഞ്ഞികൃഷ്ണൻ അടക്കം പറയുന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ അക്രമം കൂടുതൽ നടന്നത്. ആ സമയത്ത് പ്രതികളെ പിടിച്ചിരുന്നില്ല, അത് അവരെ സംരക്ഷിക്കാനാണെന്നതാണ് അവിടെ നിന്നുള്ള ഒരു ആരോപണം. അത് ശരി, അതുകൊണ്ട് ഞങ്ങൾ പിടിക്കുന്നില്ല എന്നാണ് അല്ലേ? അങ്ങനെയാണോ? ഞാൻ അത് പിടിക്കാമായിരുന്നു. എല്ലാവരും കുറ്റം ചെയ്താൽ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളത് ഏത് ജനാധിപത്യ സമൂഹത്തിൽ നടക്കേണ്ട കാര്യമാണ്. അപ്പൊ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ നടപടികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. DG മോഹൻദാസ് എന്ന് പറയുന്ന RSS വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി അയാൾക്കെതിരെ കേസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ദിവസം ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നേരത്തെ പറഞ്ഞതാണ്. എല്ലാ പത്രസമ്മേളനത്തിലും ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സവർക്കറെ പറ്റി പറയുമ്പോൾ ഇത്തരത്തിൽ ഇതിനേക്കാളും ശക്തമായ വിമർശനം നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കോൺഗ്രസും സംഘപരിവാറല്ല കോൺഗ്രസും ക്വിറ്റ് ഇന്ത്യ സമരത്തെ വെട്ടിക്കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുപോലെ ഈ ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നില്ല, രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യയും ബ്രിട്ടനുമൊക്കെ ഉൾക്കൊള്ളുന്ന ചേരിക്കുണ്ടായ വിജയമാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് എന്ന EMSന്റെ പരാമർശം വമ്പിച്ച വിവാദം. വലിയ ചരിത്ര സംഭവങ്ങളല്ലേ, അതിന്റെ ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോട്ടാല് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ എന്തായിരുന്നു പങ്കുവഹിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഏതെല്ലാം തരത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്രമാത്രം പേര് അതിന് പങ്കെടുത്തു എന്നുള്ളത് നേരത്തെ ഒരു കണക്ക് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് 48 നടക്കുമ്പോൾ അതില് പങ്കെടുത്തവരില് മഹാഭൂരിഭാഗം വലിയ തോതിൽ ജയിലിൽ കിടന്നവര്, ശിക്ഷ അനുഭവിച്ചവര് എല്ലാമായിരുന്നു. നേതാജിയില് എല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുക്കുന്ന വഴിയല്ല, സാർവദേശീയ രംഗത്തുണ്ടായ സംഭവങ്ങളുണ്ട്.
സാർവദേശീയ സംഭവ വികാസങ്ങൾ കാണാതിരിക്കരുത്. ആ സംഭവങ്ങളുടെ നിലപാടിന്റെ ഭാഗമായിട്ട് നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയായ നിലപാടായിരുന്നു എന്നത് അന്ന് ഞങ്ങൾ കണ്ട കാര്യമാണ്. അതാണ് വസ്തുത. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ?